ഇപ്പോൾ പാലാ ബിഷപ്പുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി പുറത്തേക്ക് വരികയാണ്. ഇന്ന് രാവിലെയാണ് കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി മന്ത്രി എത്തിയത്. സർക്കാരിൻ്റെ വളരെ നിർണായകമായ ഒരു നീക്കമാണ് സാഹചര്യത്തിൽ. സന്ദർശനത്തിൻ്റെ ലക്ഷ്യം ഈ പാലാ ബിഷപ്പ് അന്യമല്ല. ഞാൻ ഈ ജില്ലയിൽ എല്ലാ സ്ഥലത്തും പൊതുപ്രവർത്തകന നിരൂപത്തിൽ ബിഷപ്പ് ഹൗസിലും മറ്റ് ക്ഷേത്രങ്ങളിലും മറ്റ് മോസ്കിലും എല്ലാം പോകാറുണ്ടായിരുന്നു. ഇവിടെ പിതാവുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. ഞാൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന കാലത്തും കോട്ടയം MLA ആയിരിക്കുന്ന കാലത്തും എല്ലാം ഈ ബിഷപ്പ് ഹൗസിൽ വരാറുണ്ടായിരുന്നു. ഇവിടുത്തെ പിതാക്കന്മാരുമായി നല്ല ബന്ധമാണ്, സഭയുമായി നല്ല ബന്ധമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ വരാനെങ്കിൽ പിതാവ് അന്ന് വേറെ എവിടെ പരിപാടിയോ എന്നോട് പറഞ്ഞു, കാര്യങ്ങൾ നീങ്ങിക്കോട്ടെ, ഇന്ന് വരേണ്ട, ഇന്നിങ്ങനെ സ്ഥലത്ത് പോവുകയാണ്, പിന്നീട് നമുക്ക് കാണാമെന്ന് പറഞ്ഞു. ഇടയ്ക്ക് 2 പ്രാവശ്യം വന്നപ്പോഴും അദ്ദേഹം ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ന് കാണാൻ കഴിഞ്ഞു. പിന്നെ ആശുപത്രിയായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അന്ന് ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അങ്ങനെ അത്തരം കാര്യങ്ങളെല്ലാം സൗഹൃദത്തിൻ്റെ രൂപത്തിൽ എല്ലാ കാലത്തും പങ്കിട്ട് പോകുന്നവരാണ്. അദ്ദേഹം ഈ ജില്ലയിലെ പൊതു പ്രസ്ഥാനങ്ങൾക്കെല്ലാം വലിയ സംഭാവന നൽകുന്ന നല്ല പാണ്ഡിത്യമുള്ള ഒരു പിതാവാണ്. ഒരുപാട് പൊതുവേദികളിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രസംഗിക്കാൻ പോയിട്ടുണ്ട് അദ്ദേഹത്തിനോടൊപ്പം. അപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ ശ്രദ്ധിക്കും, നല്ല രൂപത്തിൽ ശ്രദ്ധിക്കാനും സൗഹൃദം പങ്കിടാനും കഴിയും. അല്ല, ഞാൻ പറഞ്ഞ ആ സൗഹൃദം ഞങ്ങൾ നിലനിർത്തി എന്നുള്ളതല്ലാതെ അതിനപ്പുറത്ത് ഞങ്ങൾക്ക് വേറെ സർക്കാർ ദൂതുമായാണ് മന്ത്രി വന്നതെന്ന് പറയുന്നു. ഇല്ല, അങ്ങനെ ഒരു ദൂത് ആയി വരേണ്ട ഒരു കാര്യം ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ. അത്ര ഒരു പ്രശ്നമില്ല. വലിയ ചർച്ചയാണ് പാലാ ബിഷപ്പ് പറഞ്ഞ വാക്കുകൾ. പ്രതിപക്ഷം എത്തുന്നു, BJP നേതാക്കൾ എത്തുന്നു, അതിന് പിന്നാലെയാണ് മന്ത്രി എത്തുന്നത്. അല്ല, അവരൊക്കെ എത്തിയതിന് വേറെ ദുരുദ്ദേശങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളും ഉണ്ടാവും. ഞാൻ തികച്ചും സഭയോടുള്ള സ്നേഹവും ആദരവും ബഹുമാനവും നിലനിർത്തി പതിവ് സന്ദർശനം എന്ന രൂപത്തിൽ ഞാൻ വീണ്ടും ഇവിടെ വന്നു. ഞാനിപ്പോൾ ഇവിടെ വരുന്നൊരു പുതിയ ആളല്ല. നിരവധി പ്രാവശ്യം ഇവിടെ വരികയും പിതാവിനോടൊപ്പം ഭക്ഷണം കഴിക്കാനുള്ള അവസരം തരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മന്ത്രിയായപ്പോൾ ഒന്ന് വരാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അന്ന് 2 പ്രാവശ്യം വന്നപ്പോഴും പിതാവിനെ കാണാൻ പറ്റിയില്ല. ആ സമയം ഇപ്പോഴായതാണ് സംശയം. മന്ത്രിയായിട്ട് ഇപ്പോൾ ഏതാണ്ട് മാസങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ നേരത്തെ വന്നിരുന്നു. എന്ന് പിതാവ് ഞാനിവിടെ വരുന്നൊരു ദിവസം കുറവലങ്ങാണ്ട് പോയി. അപ്പോൾ 2 പ്രാവശ്യം ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഇല്ലായിരുന്നു. ഞാൻ ഫോണിൽ ബന്ധപ്പെടുകയും അദ്ദേഹം ഒരു വിവാദം ഇല്ല, വിവാദമായിട്ട് അതിനുള്ള കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൃത്യമായി എന്ന് പറഞ്ഞ കാര്യം, അതിനപ്പുറത്തൊരു കാര്യം എനിക്ക് പറയേണ്ടതില്ല. അത് ഇല്ല, ആ കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ എന്തും പറയാവുന്നൊരു കാലഘട്ടമാണല്ലോ. കാരണം അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പോൾ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ഒരു തകർന്ന കൂടാരം. എല്ലാം നഷ്ടപ്പെട്ടവർക്ക് എന്തും വിളിച്ച് പറയാമല്ലോ. ഞങ്ങളങ്ങനെ ഇല്ല, ഞങ്ങളിപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവും സംസാരിച്ചില്ല. കാരണം ഞങ്ങൾ സംസാരിച്ച പ്രധാന ആശുപത്രിയെക്കുറിച്ച് സംസാരിച്ചു. അതോടൊപ്പം തന്നെ അതിൻ്റെ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞു. ചെറുപ്പങ്ങളൊരു പാലം വരുന്നതിനെക്കുറിച്ച് നേരത്തെ പിതാവ് സൂചിപ്പിച്ചിരുന്നു. അത് കൃത്യമായ ചുമതല ഞങ്ങൾ ഇടപെട്ട് ഗവൺമെൻറ് അതിന് ഉടൻ തന്നെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്ന കാര്യം പറഞ്ഞു. ഇല്ല, അങ്ങനെ ഒരു കാര്യം ആലോചിച്ചിട്ടേ ഇല്ല. ഈ കാര്യം ഒരു സമവായ ചർച്ചയ്ക്ക് എന്താ പ്രശ്നം ഉണ്ടായത്? കോൺഗ്രസിന്റെ സമവായത്തിന്റെ പിറ്റേ ദിവസമാണ് വാസുചേട്ടൻ വരുന്നത്. അതിനാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് ഒരു സമവായ നീക്കം നടത്തിയതിന്റെ പിറ്റേ ദിവസമാണ് വാസുചേട്ടൻ ഇവിടെ വരുന്നത്. ഇല്ല, ഞങ്ങൾക്ക് മറ്റുള്ള ദിവസമെല്ലാം തിരുവനന്തപുരത്ത് മന്ത്രി ഓഫീസിൽ കേന്ദ്രീകരിക്കുക, നിങ്ങളുടെ ജോലി നിർവഹിക്കണം. ഇന്നിപ്പോൾ ആഴ്ചയിൽ അവസാന ദിവസമായതുകൊണ്ട് ഒരു സമയം കിട്ടി, അങ്ങനെ വന്നു എന്നുള്ളതുള്ളൂ. അല്ലാതെ ഇട ദിവസങ്ങളൊന്നും വരാൻ ഞങ്ങൾക്ക് പറ്റില്ല. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ തിരുവനന്തപുരത്തായിരിക്കും. പിന്നെ എന്തോ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ തന്നെ അതിന് നല്ല ഭംഗിയായി മറുപടി പറഞ്ഞല്ലോ. ഇതുപയോഗിച്ച് വർഗീയ ചേരിതിരിവുണ്ടാക്കാനോ കേരളത്തിലെ മനസ്സമാധാനവും മതസൗഹാർദ്ദവും തകർക്കാനോ ആരെയും അനുവദിക്കില്ല. ഈ ഗവൺമെൻറ് മതേതര ജനാധിപത്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് മതസൗഹാർദ്ദം തകർക്കാനോ മതേതരത്വം തകർക്കാനോ ആരെയും അനുവദിക്കില്ല എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചുറപ്പിച്ച് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അത് ഗവൺമെൻറ് നിലപാടാണ്. ആ നിലപാടിൽ നിന്ന് ഒരിക്കലും ഗവൺമെൻറ് പുറകോട്ട് പോകില്ല.
എന്നൊരു ആവശ്യം അവർ തന്നെ മുന്നോട്ട് വരും. കോൺഗ്രസിന് അപ്പുറത്തേക്ക് മറ്റ് ഈ പറയുന്ന സഭകളും അതോടൊപ്പം തന്നെ സമുദായ സംഘടനകൾ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത്തരം ഈ വിഷയം മറ്റു രീതിയിൽ കൊണ്ടുപോകാൻ ചിലർ ശ്രമിക്കുമ്പോൾ അതിൽ സർക്കാർ ഇടപെട്ട ആ രീതിയിലേക്ക് പോവാതെ കൊണ്ടുപോകേണ്ട ഒരു ചുമതല സർക്കാരിനില്ലേ? എന്തുകൊണ്ടാണ് സർക്കാർ ആ വിഷയത്തിൽ ഇപ്പോഴും മൗനം പാലിക്കുന്നത്? നിങ്ങൾ ഇന്നലെ വൈകുന്നേരത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ശ്രദ്ധിച്ചില്ല. ഇന്നത്തെ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. വളരെ ഭംഗിയായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഈ സോഷ്യൽ മീഡിയ വഴി വന്നുകൊണ്ടിരിക്കുന്ന വിദ്വേഷ പ്രചരണങ്ങൾ, മത സൗഹാർദ്ദം തകർക്കുന്ന രൂപത്തിലുള്ള, വർഗീയത ചേരിതിരിവുണ്ടാക്കുന്ന തരത്തിലുള്ള ഏത് തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഏത് തരത്തിലുള്ള പ്രചരണത്തെയും നേരിടാൻ ഗവൺമെൻറ് കൃത്യമായ നടപടി സ്വീകരിക്കും, ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകും എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ആഭ്യന്തര സെക്രട്ടറി, ചീഫ് സെക്രട്ടറി, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ഈ ഗൗരവമേറിയ പ്രശ്നം നിങ്ങളിപ്പോൾ ചൂണ്ടിക്കാണിച്ചത് ഗവൺമെൻറ് ചർച്ച ചെയ്യുകയും ആ കാര്യത്തിൽ ഫലപ്രദമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഗവൺമെൻറ് തീരുമാനമെടുക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ ആരെയും അനുവദിക്കില്ല. കേരളത്തിൻ്റെ മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് ഈ ഗവൺമെൻറ് വ്യക്തമായ ശക്തമായ നീക്കങ്ങൾ കേരളത്തിൽ നടത്തും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിന് ഒരു മാറ്റവും ഇല്ല. അതാണ് നിലപാട്. ഈ സമൂഹത്തിൽ CPM പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഈ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് യുവതികളെ ഇങ്ങനെ മാറ്റാനൊക്കെ അങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട്. അതിനോട് CPM-ന്റെ ഒരു ഇല്ല, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നേരത്തെ പാർട്ടി സെക്രട്ടറി അതിൻ്റെ ആധികാരികമായ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തൊരു കാര്യം എനിക്ക് പറയാനില്ല. ബിഷപ്പ് ഒരു പരാതിയും പറഞ്ഞില്ലേ ഈ പ്രസംഗിച്ചതിനെ കുറിച്ച്? ഇല്ല, അദ്ദേഹത്തിന് ഇപ്പോൾ പരാതി പറയേണ്ടൊരു കാര്യമില്ല. ഞങ്ങൾ ഞാൻ ഏറ്റവും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന, ആദരിക്കുകയും ചെയ്യുന്ന ഒരു പിതാവാണ്. കാരണം അദ്ദേഹത്തിന് നല്ല പാണ്ഡിത്യമുള്ള ഒരാളാണ്. പല നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ കേട്ടിട്ടുണ്ടോ? ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ ശ്രദ്ധാപൂർവം കേട്ടിരിക്കും. അത് ബൈബിളായിരുന്നാലും ഖുറാനായിരുന്നാലും അതുപോലെ തന്നെ ഭഗവത്ഗീതയായിരുന്നാലും അദ്ദേഹത്തിന് എല്ലാ അത്തരത്തിലുള്ള അടിസ്ഥാന ഗ്രന്ഥങ്ങളെക്കുറിച്ചും നല്ല ധാരണയുള്ള ആളാണ്. ഇപ്പോഴും അദ്ദേഹം രാത്രി കാലങ്ങളിൽ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. എനിക്ക് ഈ വായന ചെയ്യുന്ന ഒരാളുടെ ഇഷ്ടമാണ്. അദ്ദേഹം രാത്രിയിൽ ഔദ്യോഗിക കാര്യം കഴിഞ്ഞാൽ രാത്രി എത്രയായാലും 1-2 മണിക്കൂർ ഈ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ ഇടയ്ക്ക് ഞാനിവിടെ വരുമ്പോഴും അദ്ദേഹവുമായി അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. അല്ല, അപ്പോൾ ഒരു ആ വിഷയത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചാപ്റ്റർ ക്ലോസ്. ഇപ്പോൾ ഞങ്ങൾ സംസാരിച്ച ആ വിഷയങ്ങളൊന്നും അല്ല സംസാരിച്ച് ഞാൻ പറഞ്ഞല്ലോ, തികഞ്ഞ സൗഹൃദമാണ് അദ്ദേഹവുമായി പങ്കിട്ടത്. അത് സാമൂഹ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു, ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുകൾ ഞാൻ പറഞ്ഞു, അതോടൊപ്പം തന്നെ ആശുപത്രിയുടെ വിഷയങ്ങൾ പറഞ്ഞു, കോവിഡിനെ നേരിടാൻ ഈ സഭ നൽകിയ മഹത്തായ സംഭാവനകൾ ചൂണ്ടിക്കാണിച്ചു. അത് ഞങ്ങൾ അംഗീകരിച്ചു. ഇപ്പോഴും ആശുപത്രി നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾ പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇല്ല, അവിടെ ഈ കാര്യത്തെ സംബന്ധിച്ചോളം അദ്ദേഹം പ്രയോഗിച്ച പദവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഗവൺമെൻറ് നിലപാട് എന്താണെന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു. അതിനുശേഷം പിന്നെ അത് സംബന്ധിച്ച് യാതൊരു വിവാദങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടാക്കാൻ ഇവരും ശ്രമിക്കുന്നില്ല, ഗവൺമെൻറ്റും ശ്രമിക്കുന്നില്ല. ഇതിന് ശ്രമിക്കുന്നത് ആരാ? വർഗീയവാദികളാണ്, തീവ്രവാദികളാണ്. അപ്പോൾ തീവ്രവാദികളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കോംപ്രമൈസ് ചെയ്യാനോ തീവ്രവാദത്തെ ഏതെങ്കിലും തരത്തിൽ അനുവദിക്കാനോ ഗവൺമെൻറ് തയ്യാറല്ല. അത് ഏത് ഭാഗത്തുനിന്നുണ്ടായാലും, ഭൂരിപക്ഷത്തിൻ്റെ ആയിരുന്നാലും ന്യൂനപക്ഷത്തിൻ്റെ ആയിരുന്നാലും തീവ്രവാദങ്ങളെ എന്നും എതിർക്കുന്ന നിലപാടാണ് ഗവൺമെൻറ്റിനുള്ളത്. മതനിരപേക്ഷതയുടെ നിലപാടാണ് ഗവൺമെൻറ്റിനുള്ളത്. ആ നിലപാടുമായി തന്നെ ഗവൺമെൻറ് ഇല്ല. അങ്ങനെ ഒരു ചർച്ചയുടെയും തീരുമാനത്തിൻ്റെയും പ്രശ്നം ഇതിനകത്തില്ലല്ലോ. അല്ല, ഇത് ഈ നടപടി എടുക്കും, ഈ സാമൂഹ്യ മാധ്യമങ്ങൾ നടപടി എടുക്കുമെന്ന് പറയുമ്പോൾ ഇതുവരെ നടപടിയൊന്നും കണ്ടില്ല. അല്ല, ഇപ്പം ഇന്നലെ തീരുമാനിച്ചതല്ലേ ഉള്ളൂ അനിയ ഈ കാര്യത്തിൽ. ഇന്നലെ വൈകിട്ട് ഉന്നതതല യോഗം ചേർന്ന് ഇത് ശ്രദ്ധപ്പെട്ടപ്പോഴാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ തെറ്റായ രൂപത്തിലുള്ള പ്രചരണങ്ങൾ, വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, ബോധപൂർവവും ആസൂത്രിതവുമായി ചില നിക്ഷിപ്ത താല്പര്യ സങ്കേതങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് നിശ്ചയമായും നേരിടുമെന്ന് ഗവൺമെൻറ് ഇന്നലെ ആവർത്തിച്ചുറപ്പിച്ച് വ്യക്തമാക്കി. അതിന് ഉന്നതതല യോഗം ഇന്നലെ ചേർന്ന് കഴിഞ്ഞു. അതിലേക്ക് നടപടികൾക്ക് ഇന്നു മുതൽ തുടക്കം കുറിക്കും. ഇല്ല, ഞാൻ പറഞ്ഞില്ല. എന്നുവെച്ചാൽ ഇന്ന് എനിക്ക് തൃക്കൊടിത്താനത്ത് സ്കൂളുമായി ബന്ധപ്പെട്ട ഈ ജില്ലയിൽ പിന്നെ SPC ഉദ്ഘാടനം നടക്കുക, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 3 മണിക്ക്. അപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ 3 സ്കൂളിൽ എൻ്റെ ഉദ്ഘാടനം നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയപ്പോൾ രാവിലെ ഇച്ചിരി സമയം കിട്ടി. അപ്പോൾ 2 പ്രാവശ്യം വന്നിട്ടും പിതാവിനെ മുമ്പ് കാണാൻ കഴിയായിരുന്നുകൊണ്ട് ഇന്ന് കാണാൻ വന്നുള്ളൂ. നേരത്തെ പല പ്രാവശ്യം ഇവിടെ വരുമ്പോൾ പിതാവിനെ കയറി ഞാൻ കാണാറുണ്ടായിരുന്നു. അത് മന്ത്രി MLA ഒക്കെ ആകുന്നതിന് മുമ്പ് പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന കാലത്തും നല്ല സൗഹൃദം അദ്ദേഹവുമായിട്ടുണ്ടായിരുന്നു. അത് തുടർന്നും നല്ലതാണ്.
ശേഷം പല ദിവസങ്ങളായി നടക്കുന്നത്. എന്തുകൊണ്ടാണ് സർക്കാർ ഇത് അറിയാൻ വൈകിപ്പോയത്? അത്തരത്തിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് വരാത്തതുകൊണ്ടാണോ? അത് പരസ്യമായി തന്നെ നമുക്ക് സോഷ്യൽ മീഡിയ എടുക്കുമ്പോൾ തന്നെ പരസ്യമായി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് സർക്കാർ ഇത്രയും വൈകി അറിയാൻ സാധിച്ചത്? ഇന്നലെ മാത്രം ഇതുമായി ബന്ധപ്പെട്ട് അല്ല, വൈകിയല്ലല്ലോ. ഇതിപ്പോൾ ഏതാനും ദിവസങ്ങളിൽ ഇത് വരാൻ തുടങ്ങിയിട്ടുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ 100 ദിന കർമ്മ പരിപാടിയായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും നല്ല പ്രവർത്തനങ്ങൾ പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു. ഇന്നലെ തന്നെ 10-12 പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ഓരോ ദിവസവും മുഖ്യമന്ത്രിക്ക് അതുണ്ട്. അതിനിടയിൽ ഇത് ശ്രദ്ധപ്പെട്ടപ്പോൾ തന്നെ ഇന്നലെ ഉന്നതതല യോഗം വിളിച്ചു. അതിന് ചീഫ് സെക്രട്ടറിയെ കിട്ടണം, ഹോം സെക്രട്ടറിയെ കിട്ടണം, DGPയെ കിട്ടണം, ഇങ്ങനെ ഇവരെല്ലാം കൂടെ കൂടിച്ചേർന്നാണ് ഉന്നതതലം. ആ കാര്യങ്ങൾ കൃത്യമായി ഈ വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന സോഷ്യൽ മീഡിയയിലെ തെറ്റായ പ്രചരണങ്ങളെ ശക്തമായി നേരിടാം എന്ന രൂപത്തിൽ തീരുമാനിച്ചു. അതിൻ്റെ നടപടിയിലേക്ക് വന്നു. ആ നടപടി കൊണ്ട് തന്നെ പ്രശ്നങ്ങൾ പരിഹാരമാണെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അല്ല, നമ്മളെല്ലാം ഓരോന്നും കാത്തിരുന്നല്ലേ നോക്കുന്നത്. അതിനപ്പുറത്ത് വന്നാൽ എന്നാലും ഒരു കാര്യം, കേരളത്തിൽ അസമാധാനത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഞാൻ ആവർത്തിക്കുന്നു. ഈ ചേരിതിരിവ് ഇല്ലാതാക്കാൻ സർക്കാർ എന്താ ചെയ്യാൻ പറ്റും? ഇപ്പം നിലവിൽ ഏതായാലും പ്രശ്നമില്ല എന്ന് പറയുമ്പോഴും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് യാഥാർത്ഥ്യമാണ്. അത് ഇല്ലാതാക്കാൻ, ഈ വിടവില്ലാതാക്കാൻ സർക്കാരിന് എന്ത് ആക്ഷൻ എടുക്കാൻ പറ്റും? അത് നിശ്ചയമായും ഗവൺമെൻറ്റിൻ്റെ മെഷീനറികൾ ഉപയോഗിച്ച് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. ഇന്നലെ കൃത്യമായി അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ളത്. അതങ്ങനെ തന്നെ ഇല്ലാതാക്കും. യെസ്, ഓക്കെ, താങ്ക് യു. പാലാ ബിഷപ്പിനെ സന്ദർശിച്ച ശേഷം മന്ത്രിയുടെ പ്രതികരണമാണ്. വിവാദങ്ങളൊന്നും ചർച്ചയ്ക്ക് ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റ് വിഷയങ്ങളാണ് ചർച്ച ചെയ്തത് എന്നും പറയുന്നു. ഏതായാലും ഇത് ഒരു പതിവ് സ്നേഹ സന്ദർശനം മാത്രമാണെന്നാണ് മന്ത്രി ഇപ്പോൾ പറയുന്നത്. മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുള്ള ആണോ വന്നതെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയെ അറിയിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ആ ചാപ്റ്റർ ക്ലോസ് എന്നും പറഞ്ഞിരുന്നു. ഇനി കാണാം വഴിയെ എന്താണ് സംഭവിച്ചത്. ഏതായാലും നിലവിൽ പാലാ ബിഷപ്പ് ഹൗസിലെത്തി ബിഷപ്പിനെ കണ്ടു. വിവാദങ്ങളൊന്നും സംസാരിച്ചില്ല എന്ന് മന്ത്രി പറയുന്നു. ഇടവേള.